പ്ലാനല്ലേ ഉള്ളൂ. അമ്മേന്റെ ഒരു ആഗ്രഹമാണ് ബുള്ളറ്റ് എടുക്കണം. കേസ് എന്തായാലും ഞാൻ അതിനെപ്പറ്റി സ്കൂട്ടിയൊക്കെ അമ്മ ഭയങ്കര ആഗ്രഹമാണ്. പെൺകുട്ടികളാ? അങ്ങനെ ചോദിക്കുന്ന പെൺകുട്ടികളെ എനിക്ക് വേണ്ട. ഹാപ്പി ആയി ജീവിക്കുക. പഠിച്ച എല്ലാവർക്കും ഒന്നും ആവാൻ പറ്റണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ കഴിവ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് 1 മില്യൺ ഫാമിലി, ഇനി ഒരു 10 ലക്ഷം 5 ലക്ഷം കൂടെ അടിച്ച് ഒരു 10 ലക്ഷം എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ്. എന്താ ഗൈസ്, വെൽക്കം ബാക്ക് കേട്ടോ. 500K ആയതിനു ശേഷം കുറേ പേര് ആ വീഡിയോ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളധികം ഞാൻ ചെയ്യുമെന്ന് വിചാരിക്കാത്തൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നേക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ മക്കളെ, Q&A വീഡിയോ ആണ്. എൻ്റെ ചാനൽ എനിക്കൊന്ന് അറൗണ്ട് ഒരു 1 ഇയർ അടുത്തായി Q&A വീഡിയോ ചെയ്തിട്ട്. ഇന്ന് ചെയ്യാം നാളെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് 2-3 കാര്യങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. എസ്പെഷ്യലി നമ്മൾ അമ്മേനെയും കൂട്ടി അമ്മേൻ്റെ അഭിപ്രായങ്ങളൊക്കെ നോക്കാം. അമ്മയെ വരുന്നുണ്ട്. വിശിഷ്ട അതിഥികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാത്തതുകൊണ്ട് റീച്ചും എല്ലാം കാര്യങ്ങളൊക്കെ ഡൗൺ ആണ്. പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യടേ, പാവല്ലടേ. ഇവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് കാലം മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ റെസ്പോണ്ട് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ വിശിഷ്ട അതിഥി ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഹായ് ഗായ്സ്, അമ്മ ഫാൻസ് കമ്മ. അപ്പോൾ വിശിഷ്ട അതിഥിയോട് ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന്. ചില കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും. പിന്നെ ചില ഗേൾ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നെ കെട്ടിച്ചേരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ അഭിപ്രായം പറയണം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പറ്റുമോ, ഫ്രീക്കിനെ കെട്ടാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. കെട്ടിച്ചു കൊടുക്കുമോ? ഓക്കെ. അപ്പൊ എടാ കൊതുകേ, കൊന്നടാ ഞാൻ കൊതുകിനെ. ആടോ പശുവോ? കെട്ടും. തുടക്കം തന്നെ ഒരു കൊലയായിപ്പോയി, സോറി. കൊതുക് വന്നെടുത്ത് തൊട്ടോ ഞെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, നോക്കാം. അപ്പം ഇടയ്ക്ക് എന്തെങ്കിലും തോന്നുന്ന കാര്യം പറയാം കേട്ടോ. അപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മേനെ കൊണ്ട് തന്നെ വായിപ്പിക്കാം. എന്താ ഫസ്റ്റ് എന്തായാലും ഇപ്പം ചോദിക്കുന്നത്? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഈ മുതലുണ്ട്, ഒരു അനിയത്തിയുണ്ട്, ഒരു ഡാഡ് ഉണ്ട്. പിന്നെ നമ്മുടെ സെലിബ്രിറ്റി ആയ നമ്മുടെ കുണുവാവയുണ്ട്. എന്താ നമ്മുടെ വണ്ണാനുള്ള കുണുവണ്ണ ചാനലൊക്കെ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ കുണുവാവ ഇപ്പോൾ കുറച്ചായിട്ട് റെസ്റ്റാണ്. പിന്നെ കുണുവാവിൻ്റെ 2 സന്തതികളാണ്, മക്കളല്ല എന്നാലും കൂടപ്പറമ്പുകളാണ് ആയിരിക്കുന്നത്. സലാറോക്കി പോയി. വീട്ടിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നവരോട് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ ഇത്ര ചെറിയൊരു ഫാമിലിയാണ്, 4 സംഖ്യയുള്ള ഒരു കുടുംബം. ഇനിയിപ്പോൾ നെക്സ്റ്റ് യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അങ്ങനെയല്ല, ഇങ്ങനെയാണ്. എങ്ങനെ തുടങ്ങാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എങ്ങനെ ഹാർഡ് വർക്ക്, കഷ്ടപ്പാട്, ഡെഡിക്കേഷൻ, കൺസിസ്റ്റൻസി എല്ലാം ഉണ്ട്. സോ എനിക്ക് പണ്ട് മുതൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ പണ്ട് മുതൽ ഇഷ്ടമാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയപ്പോൾ 1-2 വർഷമായിട്ട് ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങി. ഗെയിമിംഗ് ചാനലായിരുന്നു ഫസ്റ്റ് ഫ്രീക്വൻറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ വ്ലോഗിലോട്ടായി. ഇപ്പോൾ ഗെയിമിംഗ് ചാനലുണ്ട്. ഇപ്പോൾ എല്ലാം സെറ്റാക്കി വരുന്നത്. സത്യത്തിൽ എനിക്ക് ഈ പരിപാടി ഇപ്പം മടുത്തു. ഡാഡ് എന്ന് പറയുന്നത് അത്ര വലിയ സെലിബ്രിറ്റി മീൻസ് അല്ലെങ്കിൽ കുറച്ചൊരു വീഡിയോസിലൊന്നും അങ്ങനെ വരാൻ വലിയ താല്പര്യമുള്ള ഒരാളല്ല. അമ്മേനെ പോലെ ചാടി നിൽക്കുന്ന ഒരു പുള്ളി അല്ല. പുറകിൽ നിന്ന് തള്ളിവിടുന്നതേ ഉള്ളൂ. ക്യാമറയ്ക്ക് മുമ്പിൽ വരെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമായിരിക്കില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണല്ലേ. അതെ, എല്ലാം ചെയ്തുകൊണ്ട് അവിടെ ഇവിടെയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ നമ്മളങ്ങനെ അധികം കണ്ടന്റ്സ് ഒന്നും വീട്ടിൽ നിന്ന് എടുക്കുന്നില്ലല്ലോ. അങ്ങനെ ടോപ്പിക്കും പേരിൽ കുറവാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഫേവറേറ്റ് ജോബോ? തിന്നെ ഉറങ്ങണം. എടാ ജിമ്മിൽ പോകാൻ തുടങ്ങി എന്തെങ്കിലും കഴിച്ചേ, അത് ഞാൻ തന്നെ മേടിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചു. അതിനാണ് ഈ കണക്ക് പറയുന്നത്. സോ ഫേവറേറ്റ് ജോബ് ഇങ്ങനെ വെറുതെ ഇരിക്കും. അതെ ദാറ്റ്സ് ഇറ്റ്. രാവിലെ ഉറങ്ങാൻ, രാത്രി ഉണർന്നു. അടുത്ത എടാ ഫ്രണ്ട്സിനെ പറ്റി വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല. അല്ലേ അമ്മ എപ്പോഴും കണ്ടിട്ടുണ്ടോ ഞാൻ അധികം ഫ്രണ്ട്സിനോട് ചില്ലടിച്ച് കിടക്കുന്നേ? ഫ്രണ്ട്സ് സർക്കിൾ എന്ന് പറയുന്നത് എനിക്ക് വളരെ കുറവാണ്. വലിയ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവണമെന്നൊന്നുമില്ല. 1-2 ട്രൂ ആയിട്ടുള്ള അങ്ങനെ ആരെങ്കിലും മതി. ക്വാണ്ടിറ്റിയിലല്ല ക്വാണ്ടിറ്റിയിലാണ് മുഖ്യം. നല്ല 1-2 പേര്.
ഞാൻ നോക്കിയിട്ട് എല്ലാവരും അവരവരുടെ കാര്യം അവരവരുടെ കാര്യത്തോടെ എടുക്കുമ്പം പോകുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സ് ഇങ്ങനത്തെ ഒന്നും പറയുന്നില്ല. നമ്മൾ ഇങ്ങനെയുള്ള സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പഠിക്കുക. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ചേട്ടൻ ഇപ്പോൾ പഠിക്കുവാണോ? ചേട്ടൻ ഇപ്പോൾ പഠിക്കുവല്ല, ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ തോന്നുമ്പോൾ പഠിക്കും, പിന്നെ പഠിക്കൂല, ഇടയ്ക്ക് പഠിക്കും. ഇവിടെ കോളേജിലൊക്കെ പോയി കുറച്ച് അഡ്മിഷൻ ഫീസൊക്കെ കൊടുത്ത് അവിടെ കുറെ പൈസ കളയും. ദെൻ ചേട്ടൻ വീട്ടിൽ വന്നു പിന്നെ മേലെ വിളിച്ച കാലേ വരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോള് കെട്ടാകും. അങ്ങനെ 2-3 കോളേജിലൊക്കെ പോയി ചേർന്നിട്ടുണ്ട്. ചേട്ടന്റെ ഏജ് എന്ന് പറയുന്നത് 20 ഏജാണ്. സുസ്കരനാണ്, സുന്ദരനാണ്, ജിമ്മനാണ്, സിംഗിളാണ്. എപ്പോ വേണമെങ്കിൽ റെഡി ടു മിംഗിൾ ആവാൻ പറ്റുന്നവരാണ്. കെട്ടിച്ചു കൊടുക്കൂലേ? ആലോചിക്കുന്നുണ്ട്. ഡോണ്ട് വറി ഗേൾസ്, എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം ഫ്രീക്വന്റ്. അടുത്ത ചേട്ടന് ഏതെങ്കിലും പെൺകുട്ടി വന്നാൽ പ്രപ്പോസ് ചെയ്താൽ എങ്ങനെ? ആര്? ആസ്പെറ്റോസാ? എന്ത് ചെയ്യൂന്ന്? ഏതൊക്കെ പെണ്ണ് വന്ന് ആസ്പെറ്റോസ് ചെയ്താ ചേട്ടൻ എന്ത് പറയും? സോ വി ഗോ ജിം ബ്രോ, നോ ഗേൾസ്, നോ ലവ്, നോ റിലേഷൻ എന്നൊക്കെ പറയും ഞാൻ ഇടയ്ക്കിടയ്ക്ക്. ബട്ട് സംടൈംസ് ഐ നീഡ് സം പീസ്, ലവ്. നോക്കട്ടെ, ഉറപ്പായും ട്രൂ ആയിട്ടുള്ളവർ വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഡോഗിനെ വാങ്ങാൻ താല്പര്യമുണ്ടോ? ഇല്ലേ, ഡോഗിനെ വാങ്ങാൻ താല്പര്യമില്ല. ക്യാറ്റ് ഓൾറെഡി 3 ഉണ്ട്, കുണുവാവയുണ്ട്, പിന്നെ അത് അവിടെ എല്ലാവരും റെസ്റ്റ് ഇൻ പീസാണ്. ഇപ്പം 3 എണ്ണങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ഉള്ളതിനെ കൊണ്ട് എന്നോട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് പ്രോട്ടീൻ ഫുഡ് അടിക്കുമ്പോൾ എൻ്റെ പ്രോട്ടീൻ ഫുഡ് എടുത്ത് കഴിക്കുക, പ്രോട്ടീൻ പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കുക, എല്ലാം പോവും, വൻ ചിലവാണ്. പിന്നെ ഡോഗിന് ഇപ്പം കറന്റ് പ്ലാനൊന്നുമില്ല, നമുക്ക് നോക്കാം. ജിമ്മിൽ പോയിട്ട് അഭിപ്രായം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. സദാ ദാറ്റ്സ് ദ റിസൾട്ട് നിങ്ങൾ കാണുന്നത്. ജിമ്മിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ കാണാൻ പറ്റും. 25 കിലോന്ന് ഏകദേശം 60 കിലോ ഫാറ്റ് വെയിറ്റ് ഇല്ല, മസിൽ വെയിറ്റ് നമ്മൾ ഏകദേശം 60 കിലോ ഗെയിൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പണ്ട് മുതലുള്ള സബ്സ്ക്രൈബേഴ്സിനാണെങ്കിൽ എന്നെ കാണുമ്പോൾ തന്നെ ചേഞ്ചസ് തിരിയും. പിന്നെ ജിമ്മിൻ്റെ ഒരു സെപ്പറേറ്റ് വ്ളോഗ് എന്തായാലും ഞാൻ ഉറപ്പായിട്ടും ജിം വ്ളോഗും അതുപോലെ ഞാൻ എന്തൊക്കെ ഫുഡ്സാണ് കഴിക്കുന്നത്, വെയിറ്റ് ഗെയിൻ ടിപ്സ് എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു വ്ളോഗ് നമ്മൾ വേറൊരു ദിവസം സെറ്റ് ചെയ്യും. പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജിം വീഡിയോസ് വേണമെന്നാണ് കമൻറ്റ് ചെയ്യാം. ജിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ലൈഫ് തന്നെ ചേഞ്ച് ആയി, ബോഡിയും ചേഞ്ച് ആയി, എല്ലാം ചേഞ്ച് ആയി. അടുത്ത പഴയ മാസ്ക് വെച്ച വീഡിയോ ഒന്നുകൂടെ കാണാൻ പറ്റുമോ? ഓ ഡെഫിനറ്റ്ലി ഗൈസ്, നമുക്ക് മാസ്ക് വെച്ച വീഡിയോ ഒക്കെ ഉടനടി എപ്പോഴേലും സെറ്റ് ആക്കാം. മാസ്ക് സത്യത്തിൽ ഇപ്പം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ മാസ്ക് എടുത്ത് വെച്ചേ. ഞാനും പണ്ടത്തെ എന്നെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഒരു കാര്യം, പ്ലേസ് വെച്ചത് കണ്ണൂരാണ് വരുന്നത്, ഏജ് 20 പിന്നെ അമ്മേൻ്റെ പേര് ഷിജി, ഡാഡിൻ്റെ പേര് ഷാജൻ, അനിയത്തിൻ്റെ പേര് സെലീന, പിന്നെ 2-3 പൂച്ചമക്കൾ കുണുവാണ്. അത്രയാണ് ഫാമിലി സർക്കിൾ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. അതിന് എക്സ്ട്രാ ഒന്ന് പറഞ്ഞാ കേട്ടാ. എനിക്ക് ഫ്രീക്കിനെയും ചേട്ടനെയും ഇഷ്ടമാണ്. ഫ്രീക്കിനെയും ചേട്ടനെയും ഇഷ്ടം? ഞാനൊരു 10 വയസ്സുള്ള കുട്ടിയാണ്. എനിക്ക് ഫ്രീക്കിയെയും ഫ്രീക്കിയെ, അതായത് നമ്മുടെ ഡ്യൂക്കിയെയും എന്നെയും ഇഷ്ടമാണെന്നാണ് ഉദ്ദേശിച്ചത്. ഫ്രീക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്യൂക്കിക്ക് ആ ടൈമിലിട്ട പേരായിരുന്നു. ഡെഫിനറ്റ്ലി കേസ് എന്നെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഡ്യൂക്കി, നമ്മുടെ ബ്ലാക്കി പറയുന്നതൊക്കെ ഇതാ. ചേട്ടൻ കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടോ? പ്ലാനല്ലേ ഉള്ളൂ. ഇപ്പൊ ഇല്ലേ? പ്ലാൻ വരച്ചോണ്ടിരിക്കല്ലേ. എനിക്കിതാ 20-21 വയസ്സായി, പ്രായമായി, 2 മുടിയാ നരച്ച് കളർ മാറി മഞ്ഞായിപ്പോയി. അപ്പോൾ എന്തായാലും പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ കല്യാണം കഴിക്കാൻ പ്ലാനുള്ള ഒരു 10, 18, 19 വയസ്സുള്ള സ്ത്രീകൾ ഉടനടി കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. വേറെ എന്തൊക്കെയാണ് കണ്ടീഷൻസ് വല്ലതും ഉണ്ടോ? റിയൽ നെയിം ഷാരൂഖ് ഖാൻ, വെട്ടിയാൽ ഷാരൂൺ എന്ന് പറയും. ദെൻ ഹെയർ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കണ്ടോ മുടി നമ്മൾ ഓയിലിയാണ്, കെയർ ചെയ്യാത്തതുകൊണ്ട് ഇടയ്ക്ക് ഷാമ്പൂ ഒക്കെ ഇട്ട് ഇങ്ങനെ കുട്ടപ്പനാക്കി വെച്ച് കഴിഞ്ഞാൽ ഹെയർ കെയർ ആയി. ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട. ഇപ്പോൾ മുട്ട കഴിക്കലാണ് നമ്മുടെ ഫേവറേറ്റ് പരിപാടി. ഡെയിലി 4-5 എഗ്ഗെല്ലാം കഴിക്കും. അല്ലാതെ എനിക്കങ്ങനെ ഫുഡിനോട് വലിയ ക്രൈസ് ഒന്നുമില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അൽഫാം മാത്രമേ കഴിക്കുള്ളൂ. അതെനിക്ക് അത്ര ഇഷ്ടമുള്ളൂ. വേറെ അങ്ങനെ ഫുഡിനോട് പണ്ടേ ക്രൈസ് ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ജിമ്മിൽ തുടങ്ങിയതിന് ശേഷം ഇച്ചിരിയിൽ ഓക്കാനും ചെയ്യാനും ഫുഡ് കഴിക്കുന്നത് അത്രേ ഉള്ളൂ. അല്ലാതെ ജീവിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കുന്നു, അല്ലാതെ ഫുഡ് കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. ഡ്രിങ്ക് യൂസ് ചെയ്യാറുണ്ടോ? വെള്ളം അല്ലേ? ഓക്കെ, കുപ്പി അടിച്ചിട്ടുണ്ടോ, യൂസ് ചെയ്യാറുണ്ടോ എന്ന് കേസ്. ഇപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മുമ്പെന്ന് പറയാം.
എന്നോട് കുത്തിപ്പിടിച്ചു. ഡെയിലി ഒന്നും ഇല്ലേലും മാസത്തിലൊന്നും ഇല്ലേലും ആഴ്ചയിലൊന്നും ഇല്ലേലും വർഷത്തിലില്ലേലും എൻ്റെ 20 വയസ്സിലെ എക്സ്പീരിയൻസിൽ ഞാൻ ഇതുവരെ ഒരു വെള്ളവും കുപ്പിയൊന്നും കൈ കൊണ്ട് തൊട്ടിട്ടില്ല. തൊടാൻ പറ്റാത്തതുകൊണ്ടും സാഹചര്യം ഇല്ലാത്തതുകൊണ്ടും അല്ല, ഇതുവരെ തൊട്ടിട്ടില്ല. ഇനി അങ്ങോട്ട് ഒട്ടും താല്പര്യപ്പെടുന്നു. ആ പെണ്ണ് കെട്ടിയിട്ട് വണ്ടിയുടെ ഏജാ, വണ്ടിക്ക് ഏകദേശം 1.5 ഏജ് ആയി. 2 സ്കൂട്ടി കൊടുത്തു. ആക്സസ് ബേബീനെ പറ്റി കുറെ പേര് ചോദിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ പണ്ട് മുതലുള്ള സബ്സ്ക്രൈബേഴ്സിന് അറിയുന്ന കാര്യമാണ്. ആക്സസ് ബേബീനെ ഞാൻ കാർ എടുക്കുന്ന ടൈം ആയിരുന്നപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ വണ്ടിയൊന്നും നമ്മുടെ ഇങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മുടെ അടുത്തുള്ള ഒരു കുടുംബക്കാരെ പോലെയുള്ളവർ വീട്ടിലാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാം 3 വണ്ടികളായി. അപ്പം ടോട്ടലി പറഞ്ഞാൽ 4 വണ്ടികളായിരുന്നു. ഡാഡിന്റെ സ്കൂട്ടി കൊണ്ട് കൂട്ടി കഴിഞ്ഞാൽ 4 വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി എന്തിനാന്ന് വെച്ചിട്ട് ഞാൻ സ്കൂട്ടി കൊടുത്തു പെട്ടെന്ന്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫാമിലിക്ക് തന്നെയാണ് കൊടുത്തത്. പക്ഷെ അതെനിക്ക് ഏറ്റവും വലിയ നഷ്ടമായിപ്പോയി. അതൊരിക്കലും കൊടുക്കണ്ടായിരുന്നു. കാരണം അതൊരു നല്ലൊരു വണ്ടിയായിരുന്നു. ഡ്യൂക്കും കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് ഇല്ലാത്തതുകൊണ്ട് വൻ ചിലവാണ്. പക്ഷേ ആക്സസ് ബേബി നല്ലൊരു വണ്ടിയായിരുന്നു. ഞാൻ വെറുതെ സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം കൊടുക്കേണ്ട വന്നു. പക്ഷെ എടുക്കും എന്തായാലും സ്കൂട്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ബുള്ളറ്റാ പിന്നെ അമ്മേൻ്റെ ഒരു ആഗ്രഹമാണ് ബുള്ളറ്റ് എടുക്കണം. കേസ് എന്തായാലും ഞാൻ അതിനെപ്പറ്റി സ്കൂട്ടിയൊക്കെ ഓൾറെഡി അമ്മ ഭയങ്കര ആഗ്രഹമാണ് ബുള്ളറ്റ്. എനിക്ക് സത്യത്തിൽ ബുള്ളറ്റിനോടൊന്നും അങ്ങനെ വലിയ ക്രൈസ് ഉള്ളതൊന്നുമല്ല. അത് കുറച്ച് പ്രായമായിട്ടുള്ളവർക്കല്ലേ ഇഷ്ടമുള്ള. പക്ഷെ എന്നാലും നമ്മൾ എന്തായാലും ഉടനടി എല്ലാം കൊണ്ട് സെറ്റാവുകയാണെങ്കിൽ നമ്മളെ വൈകാതെ കുറച്ച് ആർക്കെങ്കിലും നമ്മളൊരു ബുള്ളറ്റ് നമ്മുടെ വണ്ടി ഫാമിലിയിലോട്ട് വരുന്നതായിരിക്കും സർപ്രൈസ്. ഫണ്ട് എങ്ങനെയാലും സെറ്റാക്കിയിട്ട് നമുക്ക് നോക്കാം ഒരു ബുള്ളറ്റ് ഇറക്കാന്ന്. എനിക്കങ്ങനെ ക്രൈസ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. ഭയങ്കര ചെത്തി അടക്കാനുള്ള ഡ്യൂക്കി ബേബി പറക്കണ്ടേ. ബുള്ളറ്റ് ഇങ്ങനെ പോകും. പക്ഷേ എടുക്കും. ഒരു വേറൊരു ആഗ്രഹമില്ല. അപ്പം എന്നാലും വേറൊരു ആഗ്രഹത്തിന് ഒരു വണ്ടി എന്നാലും പൈസ സെറ്റാകുമ്പം പറ്റാവുന്ന എത്ര കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഒരു ബുള്ളറ്റ് ബേബി എന്താ എങ്ങനെയാലും നമ്മൾ സെറ്റാക്കാം. സ്റ്റേ ട്യൂൺ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാം. ചേട്ടൻ ഇങ്ങനെ പഠിക്കാതെ നടന്നാൽ കല്യാണം ആലോചിക്കുമ്പോ പെൺകുട്ടികള് ഇത്ര വരെ പഠിച്ചു എന്ത് പറയൂ? പെൺകുട്ടികളാ? അങ്ങനെ ചോദിക്കുന്ന പെൺകുട്ടികളെ എനിക്ക് വേണ്ട അല്ലേ? എടാ പഠിത്തവും നോക്കിയില്ലടാ. നമ്മളൊക്കെ ആകെ കുറച്ച് കാലമല്ലേ ജീവിക്കുള്ളൂ. എങ്ങനെയും ജീവിച്ചാൽ പോരെ, ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കിയാൽ പോരെ. അല്ലാതെ പഠിത്തവും ക്വാളിഫിക്കേഷനും IAS-ഉം MBS-ഉം BBS ഒക്കെ ആയി ചിലപ്പോൾ എല്ലാവർക്കും ആകാൻ പറ്റുമോ? എല്ലാവർക്കും പഠിച്ച് എല്ലാവരും പോലും ഒരുപോലെ ആവാൻ പറ്റുമെങ്കിൽ ലോകം മുഴുവൻ കളക്ടറും പോലീസും MLA മാത്രമല്ലായിരിക്കും. എല്ലാവർക്കും പണം വേണം. പക്ഷെ അത് നല്ല രീതിയിൽ ഉണ്ടാക്കുക, കുറച്ച് ഒക്കെ വെച്ച് എൻജോയ് ചെയ്യുക. അതെങ്ങനെയായാലും ജീവിച്ചാൽ പോരെ. അല്ലാതെ വലിയ പഠിച്ച ആനയായിട്ട് ഉണ്ടാക്കിയാൽ പോരല്ലോ. പൈസ ഉണ്ടാക്കിയാൽ പോരെ. അതിനൊരു കഴിവ് വേണം. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഹാപ്പിയായി ജീവിക്കുക. പഠിച്ച എല്ലാവർക്കും ഒന്നും ആവാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ കഴിവ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് വേണ്ടി കഷ്ടപ്പെട്ട് അത് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ ആരൊക്കെ കുറ്റം പറഞ്ഞാലും മൂവ് ഓൺ ചെയ്യുക. എന്നിട്ട് സെറ്റാവും. അങ്ങനെ പൈസയൊക്കെ ഉണ്ടാക്കി ഹാപ്പിയായിട്ട് ജീവിക്കാം. പഠിത്തം കൊണ്ടും മാത്രം അല്ല എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റും. അല്ലാതെയും പറ്റുന്നവരുണ്ട്. അത് ഡിപ്പെൻഡ് ഓൺ കഴിവ്. അതെ, എൻ്റെ മാമൻ ഒരു വലിയ കൃഷിക്കാരനാണ്. അതെ സത്യം. കൃഷിക്കാരൻ എന്താ കുഴപ്പം? ഇങ്ങനെ പല കൃഷിക്കാരും പല സ്ഥലത്തുള്ളതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. എല്ലാം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടൊന്നുമല്ലല്ലോ. അതെ, ഒന്നുമില്ലല്ലോ. തൂമ്പാപ്പണി എടുത്താണെങ്കിലും ഹാപ്പി ആയിട്ട് ജീവിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ കലക്ടറാണോ, ഒരുപാട് പൈസ വേണം, അങ്ങനെ പൈസയിലുള്ള ക്രൈസ് എനിക്ക് എന്തായാലും 10-19 വയസ്സിലേ എനിക്ക് കഴിഞ്ഞ്. ആവശ്യത്തിന് ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പൈസ വേണം, അത്രേ ഉള്ളൂ. ഓവറായിട്ടൊന്നും ഉള്ളത് വെച്ച് ഓണം പോലെ ാണ്. പിന്നെ DMൽ എപ്പം വരുന്ന കാര്യമാണ് സിംഗിളാണോ, കമ്മിറ്റഡ് ആവോ, ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ. അങ്ങനെയൊന്നുമില്ല, തോന്നുന്ന പോലെയാണ്. പല വർത്താനമുണ്ട്. അതെ, സിഗ്മയാണ്, ജിംഗൈ ആണ് എന്നൊക്കെ പറയാം. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇടയ്ക്ക് തോന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കൊരു ബെറ്റർ പാർട്ട്ണർ വേണമെന്ന്. അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ആരെങ്കിലും നോക്കും. എന്തായാലും സെറ്റാക്കാം. ഉടനടി നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ 10th 12 A+ ഉണ്ടായിരുന്നു. അതുകൊണ്ട് +2 പെട്ടെന്ന് കംപ്ലീറ്റ് ആയി. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അത്രേ പറയാനുള്ളൂ. സെറ്റാക്കി ആരെങ്കിലും നോക്കട്ടെ. ദൈവം എനിക്കായി എൻ്റെ ട്രൂ മാലാഖേനെ കൊണ്ടുത്തരും. അപ്പം ഞാൻ സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്തായാലും ഇത്ര പോരെ. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മാനെ വായിച്ച് മടുത്ത്. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അതിനെ പറ്റി പറയാനുണ്ടോ? നിന്നെ പറ്റിയാ ഇതുപോലെ ഒരു അനുസരണ ഇല്ലാത്ത, മുടി മുറുക്കിയല്ലാത്ത, കണ്ട ഒരു വൃത്തിക്ക് മെനക്ക് നടക്കാത്ത ഒരു കുട്ടിയാണ് ഇവനോട് എത്ര പറഞ്ഞാലും ഇവൻ മുടി മുറിച്ച് നല്ല ഇതായിട്ട് നടക്കും. നല്ലതാണ്. എനിക്ക് ഇഷ്ടമായില്ല ഇവന്റെ മുടിയൊന്നും.
എടാ ഓരോ സമയം ഓരോ സ്റ്റൈലിൽ ഇങ്ങനെ നടക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഓരോ പണ്ട് മുതൽ ഫോളോ നടക്കറിയാം. പണ്ട് കുറേ സ്റ്റൈൽ, പിന്നെ കുറച്ച് നേരം വേറെ സ്റ്റൈൽ, അങ്ങനെ പിടിച്ച് നമ്മൾ സ്റ്റൈലൊക്കെ മാറ്റി പിടിക്കും. നമ്മളിങ്ങനെ മാറ്റി മാറ്റി കളിക്കും. സോ ഇന്നലെ കഷ്ടപ്പെട്ട് 4 മാസം കൊണ്ടാണ് ബേക്ക് ഇച്ചിരി വളർന്നത്. ആ ബേക്ക് വളർന്നതിന്റെ പേരിലാണ് കോഴിവാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയാം. നമ്മളാരെയും കോപ്പി അടിക്കില്ല, നമ്മൾ ഓൺ ക്രിയേറ്റിന് ഐഡന്റിറ്റി. സോ വരും മുറിക്കും കേട്ടോ, ഉറപ്പായിട്ട്. ഓരോ സമയം ഓരോ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓരോ ലുക്കിൽ ഓരോ സ്റ്റൈം. എന്നെ പണ്ട് മുതൽ ഇറക്കാം. പണ്ട് പച്ച മഞ്ഞ ഓരോ കളറൊക്കെ അടിച്ച് മാറ്റി വരും. അതുപോലെ ഓരോ ടൈമിലും ഓരോ സ്റ്റൈലിൽ ഓരോ ലുക്കിൽ നമ്മൾ മാറി സ്വന്തം. പിന്നെ ആഗ്രഹങ്ങൾ, ആഗ്രഹങ്ങൾ എന്താ, ഇനി എന്താ വലിയ ആഗ്രഹമുള്ള എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. എനിക്കങ്ങനെ വലിയൊരു ആഗ്രഹങ്ങളൊന്നുമില്ല, പക്ഷെ ചെറിയൊരു ആഗ്രഹം അമ്മേൻ്റെ ഒരു ആഗ്രഹമാണ്. എന്താ? ഗോൾഡൻ പ്ലേ ബട്ടൺ. അതായത് ഗോൾഡൻ പ്ലേ ബട്ടൺ, അതായത് ഇപ്പൊ നമ്മൾ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ. ഇനി 1 മില്യൺ അടിക്കുമ്പോൾ ഇനി 5 ലക്ഷം കൂടെ അടിച്ച് 1 മില്യൺ ഫാമിലി. എങ്ങനെയാലും ഒരു 1 മില്യൺ ഫാമിലി. ഇനി ഒരു 10 ലക്ഷം 5 ലക്ഷം കൂടെ അടിച്ച് ഒരു 10 ലക്ഷം എന്നുള്ള നമ്മുടെ വീഡിയോസൊക്കെ ഇടാൻ കാണും. നിങ്ങളോടൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് അമ്മ പറയുന്നത്. എൻ്റെ ഒരു ആഗ്രഹമായിട്ടൊന്നും കാണണ്ട, ഒരു അമ്മയുടെ ആഗ്രഹമായിട്ടല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം അങ്ങനെ ഇത്ര വീഡിയോസൊക്കെ ഇടും. ഇത്രയും കഷ്ടപ്പെട്ട് ഏകദേശം 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി. ഇനി നമ്മുടെ 1 മില്യൺ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ നടക്കും. നമുക്കൂടെ പറ്റും ഗൈസ്, അല്ലേ പറ്റും. അപ്പോൾ നമുക്ക് അമ്മേൻ്റെയും എൻ്റെയും ഏറ്റവും വലിയ ഇനിയൊരു ആഗ്രഹം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു ഗോൾഡൻ പ്ലേ ബട്ടനും കൂടെ കിട്ടുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ. ഏകദേശം 100K കിട്ടിയതാണ്. ഫുള്ള് ഇതായിപ്പോയി. ഇതുപോലത്തെ ഒരു ഗോൾഡൻ പ്ലേ ബട്ടനും കൂടെ കിട്ടണം എന്നാണ് നമ്മുടെ ഒരു കുഞ്ഞൊരു ആഗ്രഹം. ഇതുകൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് അതിനുവേണ്ടി ട്രൈ ചെയ്യും, അല്ലേ സോ വെയിറ്റ്. ഒരു ദിവസം എന്തായാലും അടിക്കും. മറ്റൊന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യും. ഈ വർഷം തന്നെ വേണമെന്നാണ് പറയുന്നത്. നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ പാർട്ട് 2 വീഡിയോ ഇതിലും കിടിലാക്കിയിട്ട് നമ്മൾ സെറ്റാക്കാം. പിന്നെ പുതിയൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും. അപ്പോൾ നിങ്ങൾ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. അപ്പോൾ നമുക്ക് അടിപൊളിയാക്കാം. സോ ഗൈസ്, അപ്പോൾ ഒരു കിടിലം വീഡിയോ ആയിട്ട് വേണ്ടി കാണാം. അതുവരെ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ. ഇത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതലെന്നുള്ള നമ്മുടെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ സെലിബ്രിറ്റി കുണു അവയുണ്ട്. ഏതാ മോനെ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ കാണാം.